ഹലോ ഗേസ്, നമ്മൾ ഈ ബെയറിംഗ് ഉണ്ടല്ലോ, ഈ ബെയറിങ്ങിൻ്റെ ഇവിടെ നമ്മൾ ഇത് കുറയും. നമ്മളെ ഗ്രീസ് കുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിലൊരു ലോക്ക് ഉണ്ട്. ഇവിടെ ഇത് ലോക്ക്. ഈ ലോക്ക് നമുക്ക് ഇങ്ങനെ കണ്ടാൽ നമ്മൾ അറിയില്ല, ലോക്ക് ഉണ്ടാവും ഇതിൽ. ഓക്കെ, ഇത് ഉള്ളിലെ ലോക്ക് ഉണ്ടാവുക. ഈ ലോക്ക് നമ്മൾ ഊരുക. ഈ ലോക്ക് ഊരിയിട്ട് ഊരാൻ സിമ്പിളാണ്. നമ്മൾ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഊരിയാൽ മതി. മെല്ലെ അഡ്ജസ്റ്റ് റിങ്സ് ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ആ ഊരി കിട്ടി. ആക്കടെ ഊരി കിട്ടി. ഓക്കെ, ഊരി കിട്ടി. ഇങ്ങോട്ട് അതിന് ശേഷം നമ്മൾ ഗീസ് അത് ഇതിൽ നീലാക്കിയതിൻ്റെ ശേഷം ഓക്കെ, നമ്മൾ ഇതിൽ ഇവിടെ കൊടുക്കുക. ഈ റിങ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെയറിങ്ങിൽ നമ്മൾ സ്റ്റക്ക് കിരി ഒച്ച ഒരു ടൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് ഫ്രീ ആവും. ഈ ഭാഗം ഊരിയിട്ട് ഈ രണ്ട് ഭാഗം സ്ക്രൂ ഊരുക. ഇതിൻ്റെ കപ്പ് ഇവിടുന്ന് ഊരിയെടുക്കുക. ഇത് ബെയറിങ്ങിൻ്റെ കപ്പാണ്. അതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങോട്ട് പോരും. അതാണ് ഈ സാധനം. ഇങ്ങോട്ട് ഇത് എന്ത് ചെയ്യുക, നമ്മളിവിടെ ഇങ്ങനെ മൂവ് ചെയ്യുക. എന്നിട്ട് ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം ഒന്നുമില്ല, റിസ്ക്കില്ല. ഇതൊരു കാടി പോലെ ഉണ്ട് അതുള്ളിൽ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ മതി. ഓക്കെ, അത് അവിടെ നിന്ന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇത്ര പഞ്ചിങ്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ പ്രസ് ചെയ്ത്. ഓക്കെ കണ്ടില്ലേ, ഇപ്പോൾ പ്രസ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഈ മൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബെയറിങ്ങിൻ്റെ കിരി ഒച്ചും ബെയറിങ്ങിനെ സംബന്ധിച്ചുള്ള അതിൻ്റേതായ ഓരോ പ്രശ്നങ്ങളും അതൊക്കെ സംഭവം സൂപ്പറായിരിക്കും. ഇതേമാതിരി ഈ ഭാഗത്തും നമുക്ക് അയച്ചിട്ട് ആ ബെയറിങ്ങിൻ്റെ മുകളിൽ റിങ്സ് ഉണ്ടാവും. ആ മെല്ലെ ഊരിയിട്ട് അതേമാതിരി ഗ്രീസ് നമ്മൾ ഇതിലാക്കുക. സ്ക്രൂ ഡ്രൈവറിലാക്കിയിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ആ റിങ്സ് ചെയ്തതിന് ശേഷം ആ ഊരിയ കപ്പ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം എന്ത് ചെയ്യും, ഈ ഒച്ച ലാസ്റ്റിൽ ഒച്ച ഉണ്ടാവും. ആ ഒച്ചയൊക്കെ പോയി ഒരു ചലച്ചിപ്പുള്ള ഒച്ചാണ്ട് പോയിട്ട് ബെയറിങ്ങിലെല്ലാം ഫ്രീ ആകും. ഇപ്പോൾ ബെയറിങ് സംബന്ധിച്ച് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പൊതുവേ ബെയറിങ്ങിനവിടെ ഒച്ച കൂടും. ഭയങ്കര സൗണ്ട് ഉണ്ടാവും ബെയറിങ്ങിൻ്റെ അവിടെ പോയാൽ. പിന്നെ അത് മാത്രമല്ല, ഈ അതിനുള്ളിൽ ഗ്രീസ് യൂപ്ലിക്കേഷൻ നടന്നില്ലെങ്കിൽ അതിൻ്റെ ബോൾസ് തേയ്മാനം വരും. ബോൾസ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ അത് ഷെയ്ക്ക് വരും, ഇളക്കം വന്നു കഴിഞ്ഞാൽ ആർമിച്ചർ അതിൻ്റെ ഫീൽഡിന് ഒരതി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവം പറഞ്ഞാൽ അത് കറണ്ട് ഷോർട്ടാകും. പിന്നീട് അത് ആർമിച്ചർ പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് മൊത്തം പോയി. അതിനെക്കൊണ്ട് പൊതുവേ നമ്മൾ ഈ ഒച്ച വരുമ്പോൾ നമ്മൾ ഈ പാകങ്ങൾ ഇങ്ങനെ മെല്ലെ ചെറുതായിട്ട് അയച്ചിട്ട് ആ ബെയറിങ്ങിൻ്റെ ആ പാകത്ത് ചെറിയ സ്ക്രൂ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വെടത്തി ബെയറിങ്ങിൻ്റെ റിങ്സ് ഉണ്ടാവും, ഒരു കപ്പ് റിങ്, അത് മെല്ലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഗ്രീസ് ഞാൻ പറഞ്ഞതാ, ഈ ഗ്രീസ് തേച്ചിട്ട് പിടിപ്പിച്ചിട്ട് അതേമാതിരി നിർത്തിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുക. എന്നാൽ നല്ല ഫ്രീ ആയി. പിന്നെ അത് ഒരിക്കലും ബോൾസ് നമ്മൾ തേയില്ല. അത് യൂപ്ലിക്കേഷൻ നടക്കുമായിരിക്കും. നമ്മൾ ഗ്രീസിൻ്റെ യൂപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ബോൾസ് തേയില്ല. ആ ബോൾസ് തേഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇളക്കം വരും ആർമച്ചറിനും. അപ്പോൾ ഇവിടെ എല്ലായിടത്തും പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അത് ആർമച്ചർ കറങ്ങി ഫീൽഡിന് ഒരതിയിട്ട് ആർമച്ചറും ഫീൽഡും കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനെക്കൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, എല്ലാ രീതിയിലുള്ള ക്ലാസ് സെറ്റാക്കി നിങ്ങൾക്ക് എടുത്തു തരും. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഷെയർ ചെയ്യുക എല്ലാവർക്കും. ഓക്കെ, പിന്നെ ഈ അൻസാർ PV എന്ന സൈറ്റ് അതിൻ്റെ യൂട്യൂബ് സൈറ്റാണ്. അതടിച്ച് കഴിഞ്ഞാൽ അൻസാർ PV അടിച്ചു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുക യൂട്യൂബിൽ ANSAR PV നമ്മൾ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അടിച്ചാൽ പേര് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ എൻ്റെ എല്ലാ ക്ലാസ്സും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാ ക്ലാസ്സും ക്ലിയറായിട്ട് നമ്മൾ അയച്ചു തരും. ഓക്കെ, താങ്ക് യു.